ഇതുണ്ടോ, രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അതൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ മീൻ അധികം കിട്ടിയില്ല എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ സാറ് രാവിലെ പോയി പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും ചെറിയൊരു മീൻപിടുത്തമായിട്ട് ഇറങ്ങിയതാണ്. മോസസ് ഇന്ന് മീനെ പിടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നാണ് മോസസിൻ്റെ ഒരു, അല്ലേ മോസേ? ഇന്ന് മീൻ പിടിച്ചിട്ട് തന്നെ പോയി കാര്യം. പക്ഷേ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി കേട്ടോ. വെയിലേ പോയി. അത്യാവശ്യം നല്ലൊരു മുരിങ്ങ പറിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അതെ, ഇതുണ്ടോ, ഈ മുരിങ്ങയൊന്നും ഇവിടെ ഇങ്ങനെ കാണും. പക്ഷെ നമ്മൾ മലയാളികളാണെങ്കിൽ ചാടി കയറി പറിച്ചേനെ, പാടില്ല. പക്ഷേ സീതപ്പഴമുണ്ട്. ചോദിച്ചാൽ അവർ സമ്മതിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് പറിക്കാം. പക്ഷേ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഇതൊക്കെ പൂക്കളൊക്കെ വാങ്ങി. ഇത് നമ്മുടെ നാട്ടിലുള്ള പൂ കേട്ടോ. കൊള്ളാം, പ്രത്യേക ഒരു വൈബ്. മഴയും കൂടി പെയ്താന്ന് തോന്നുന്നു. രാവിലെ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ ന്യൂനമർദ്ദം കയറിയിട്ടുണ്ടെന്ന്. അതിവിടെയും ഒരു ടവർ കണ്ടോ. ഇവിടെ 4G കിട്ടുള്ളൂ കേട്ടോ, 5G കിട്ടുന്നില്ല. അതുകൊണ്ട് വേറൊരു വിഷയം, നമുക്ക് വീഡിയോ അപ്ലോഡിങ്ങൊക്കെ ഭയങ്കര ലാഗാണ്. ഇത് നോക്കിയേ, ആഹാ അടിപൊളി. ഈ പാലത്തിൽ കൂടിയാ? ആ ഓക്കെ. ഈ വെള്ളത്തിന്റെ കളർ നോക്കും മോസേ, പൊളിയില്ലേ. ഇന്ന് നമുക്ക് വെള്ളത്തിൽ എവിടെയെങ്കിലും കുളിക്കാം കേട്ടോ. താഴെ പോവാടാ, താഴെ പോവല്ലേ. അയ്യോ അയ്യോ കാറ്റ് പഠിക്കുന്നുണ്ട്. അല്ല, അവിടെ നിന്ന് വീണാൽ കുഴപ്പമില്ല, ആഴമില്ലാത്ത സ്ഥലമാണ്. ഇല്ലെന്നേ. അപ്പോൾ ഈ ചേട്ടൻ, ഇതും ഒരു സാറാട്ടോ, കോട്ടയംകാരനാണ്. ഗൂഗിളിൽ നിന്നാണ് പുള്ളിയുടെ പേര്. മീൻ കിട്ടിയാ? ഉണ്ടോ? നോക്കട്ടെ. അയ്യോ, രാജ് സാർ വാശിയില്ല കേട്ടോ. അതെ, രാജേന്ദ്ര സാർ ഇവിടുന്ന് മീൻ പിടിക്കുന്നു, ഭക്ഷണം വെക്കുന്നു, കഴിക്കുന്നു, ചെലവില്ലാതെ ജീവിക്കുന്നു. വിലക്ക് മേടിക്കില്ല. ഇത് വലിയ മീനാട്ടോ, മീമസ്. ഇന്നലെ ബിജോസ് പൈസ കൊടുത്ത് മേടിച്ചതാണ്. ഇതാണ് പൂമീനാണ്. നല്ല വേറെ ചെറുത് കിട്ടി. മെക്കണൂനെ കണ്ടിട്ടാണ് ചാടിപ്പോട്ടോ. ഇന്നലെ നമ്മള് കഴിച്ചത് വേറെ, അതും പൂമീന്റെ ചെറുത്. ഇത് സാറപ്പ എപ്പോ വന്നിടാൻ തുടങ്ങിയതാ? ഇന്നലെ അതാ രാജേന്ദ്രൻ സാറിന് അടുത്ത മീൻ കിട്ടി. ഇതെന്ത് മീനാ? കളുവ. അതിന്റെ വാലൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഗോഡ് ഫിഷ് എന്ന് പറഞ്ഞ സാധനം. ആ, അതിന്റെ വാല് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അടിപൊളി. ഇത് കണ്ടോ, ആ ഞണ്ടിനെ ഇട്ടിട്ടാണ് പിടിക്കുന്നത്. ആ ഞണ്ടല്ലേ? ഈ ഞണ്ടിനെ എന്താ, ഹെർമിറ്റ് ക്രാബ്. ആ ക്രാബിനെ ഇട്ടിട്ടാണ് സംഭവം ഇതാക്കുന്നത് കേട്ടോ, പിടിക്കുന്നത്. അതിനെ കൊളുത്തും. ഇതെന്താ, അതിനെ കൊളുത്തിയിട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് നോക്കിക്കോട്ടോ. അതങ്ങ് എടുത്തിട്ട് അതിൻ്റെ ഷെല്ല് പൊട്ടിച്ച് കളയും. കണ്ട് ഇടിമുട്ടിയുണ്ടോ? ഞാൻ ഇന്നലെ ഒരു ഷെല്ല് പൊട്ടിച്ചപ്പോ നമുക്ക് എന്തായിരുന്നു, നീ എന്നെ മറ്റേ എടാ എന്റെ വിചാരം പ്രകൃതി വിരോധിയും തീവ്രവാദിയൊക്കെ ആക്കി. ഒന്നും പ്രകൃതി വിരുദ്ധനാക്കിയില്ല. ഇനി അതിനെ ചൂണ്ടയില് കാക്കക്കാലില് പറക്കട്ടെ, എന്നിട്ട് അത് അതിലേക്ക് കൊളുത്തിയിട്ട് ഇടും. ഇത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു നന്മയാണ്, മീനിന് തീറ്റ കൊടുക്കാണ്. അതെ, എന്നിട്ട് ആ മീനിനെ നമ്മൾ തീറ്റയാകും. അതായത് ഒരു മറ്റേ സൈക്കിളില്ലേ? അതെ അതെ, ലൈഫ് സൈക്കിള് ആ സാധനമാണ്. അതിന് തീറ്റ കൊടുക്കുന്നു, അതിനെ പിടിക്കുന്നു, നമ്മൾ തിന്നു. മോസസിന് ഇത്രയും പരിജ്ഞാനം ഇവിടുന്ന് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാറേ അത് കടിക്കില്ല സാറേ? അതിന്റെ സ്വനം മാത്രമേ എടുക്കുള്ളൂ, ഞണ്ട് സാരൊക്കെ ഈ സ്മെല്ലാണ് മീൻ വരാനുള്ള കാരണം അല്ലേ?
ഇല്ലാത്തോണ്ട് വെയിറ്റ് ചെയ്യാമോ മാഷ ഒരു വെയിറ്റ് ഗോകുലേട്ടൻ ഇടുന്നില്ല. എന്നെയും കൂടി നീ മറിച്ചിടല്ലേ. ഇതാണ് ആ ഞണ്ട് കേട്ടോ. പൊട്ടിക്ക് മാസേ. അവനായിട്ട് വെളി വരും. ഇതിപ്പോ അവനായിട്ട് സാഹചര്യം ഇത് ഇവന്റെ ഷെല്ലാണോ ഇത്? ഇവനെ ഒളിച്ചിരിക്കുന്ന അതിനകത്ത് അവൻ ഒളിച്ചിരിക്കുന്ന ഇവൻ വലുതായി കഴിയുമ്പോൾ ഇവൻ ഇതിൽ നിന്ന് ഇറങ്ങി അടുത്ത വലിയ ഷെല്ലിങ് പല ഇതിലോട്ട് മാറി മാറി കയറും. അപ്പൊ ഇത് കോറലാണോ? സന്യാസി ഞണ്ട്. ആ ഒരു ലൈഫ് ടൈപ്പാണ് കടൽ കാക്ക അല്ലേ? ആശാൻ ഇങ്ങനെ പല ഇവൻ ഫിറ്റ് ആകാതെ വരുമ്പോഴേക്കും ഇവൻ അടുത്തേല് കയറും. അടുത്ത വലുത് കണ്ട് അതിൽ ഓരോ വലിപ്പം കണ്ടില്ലേ. അപ്പൊ ഇത് അവന്റെ മുഖത്തിരിക്കുന്ന സാധനമല്ല, ഒച്ചു പോലെ. അല്ലല്ല, ഞാനത് ആശാൻ ഇതിന് മാറി കയറാം. ഇത് അവന്റെ ഒരു താൽക്കാലിക ഷെൽട്ടറാണ്. വെല്ലോന്റെ സാധനമാണത്. അഭയാർത്ഥി. ഇത് ആശാൻ ഇറങ്ങി വരത്തില്ല, തല്ലി പൊട്ടിച്ച് ആ പരിപാടി നടക്കുള്ളൂ. മോസ് കുടഞ്ഞൊക്കെ നോക്കുക ഇറങ്ങി വരുമോന്ന് അറിയാം. അടുത്തത് രാജേന്ദ്രൻ സാറിന് അടുത്ത് കിട്ടി കേട്ടോ. എവിടെ നോട്ടെ, പൊങ്ങട്ടെ അടിച്ചിടാവനെ അല്ലേ. അത് താഴേക്കൊക്കെ പോണത് എന്തി പോയിട്ടില്ലാന്ന് തോന്നുന്നല്ലേ. ആ മീൻ തന്നെ നോക്കി. ഗോഡ് ഫിഷ്. ഇത് നേരത്തേതിനേക്കാളും കുറച്ചും കൂടി മുഴുപ്പുണ്ടല്ലേ. ഗോഡ് ഫിഷ്. ഇതിന്റെ ശരിക്കുള്ള പേര്, നാട്ടിലെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം. നല്ല പേര് കാറ്റാട്ടോ. അത് കണ്ടോ, അവിടെയൊക്കെ മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ആ കാണുന്നതൊക്കെ നല്ല കാറ്റ്. ഇതൊക്കെ കാറ്റ് നമ്മൾ എടുത്തോണ്ട് പോകണം, അങ്ങനത്തെ കാറ്റ്. രണ്ട് കിടന്ന് അതിപ്പോ പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊരു ന്യൂനമർദ്ദം കയറിയിട്ടുണ്ട്, അതിന്റെ ആണ് കേട്ടോ. അടിച്ചോണ്ട് പോകുന്നല്ലേ. അതാ മഴേന്റെയാ. രാവിലെ ഒരു മഴ തന്നെയാ, കുഴപ്പമില്ല. നോക്കി നല്ല സൂപ്പർ മഴ കേട്ടോ. ഇതൊരു കിണറാ അല്ലേ? അതിൽ ഫ്രഷ് വാട്ടറാ ആണോ? ആണോ? ഇത് കടല്, പക്ഷേ ഇത് ഫ്രഷ് വാട്ടർ. അത് കൊള്ളാലോ. ഇതപ്പോൾ എത്ര ആഴം ഉണ്ടാവും? 7 അടി ഉണ്ടാവുള്ളൂ അല്ലേ? നല്ല സൂപ്പർ മഴ. ഓഹോ, ഇങ്ങനെ മഴ പെയ്താൽ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര പാടല്ലേ? കാറ്റ് വരരുത് അല്ലേ? ചാറിപ്പോളൂ. ഇങ്ങനത്തെ മഴ ഇന്നലെ പെയ്തില്ല, ഭാഗ്യമായി പോയി. അപ്പൊ ഞാനും മോസസും കൂടി മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാട്ടോ. കടുവയല്ലടാ, കളുവ. ഗോഡ് ഫിഷ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഭംഗി കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അടിപൊളിയാണ്. എടാ, നിനക്ക് കയാക്കിങ് അറിയോ? ആ, നിനക്കറിയോ? എന്നാ പോയി തുഴഞ്ഞിട്ട് വാ. അത്രയ്ക്ക് അറിയില്ല അതല്ലേ? കടലമ്മക്ക് അത്ര ഷോ ഒന്നുമില്ല. സ്റ്റാർ ആക്കി വെച്ചേക്കുന്നു അല്ലേ? ഇതൊക്കെ അടിപൊളി സംഭവം കേട്ടോ. മണലാണ് ഇവിടെ കോറലിന്റെ മേലെ മണലിട്ട് പൊക്കി ഐലൻഡ് ആക്കിയിരിക്കുന്നു. കുഞ്ഞു പെണ്ണ് സൈക്കിൾ ഓടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറെ പ്രാവുണ്ടായിരുന്നു. പ്രാവുകളോ? മസാജിങ് ചെയറൊക്കെ ഉണ്ടോ? ഒന്ന് ഇരുന്ന് നോക്കിയാലോ? തല്ലൊന്നും കിട്ടൂല. ഇതൊക്കെ വീടുകളുണ്ട്, എല്ലാ വീടും ഷീറ്റ് ഇങ്ങനെയാണ്. വീടിന്റെ ഉള്ളിൽ ലക്ഷറി സെറ്റപ്പ്. നമുക്കേ ഒരു വീടിന്റെ ഉള്ളിൽ ഒന്ന് കയറണേ, നമുക്കൊന്ന് കയറണം. ലക്ഷറി സെറ്റപ്പാണ്. പുറം ഒന്നുമില്ലെങ്കിലും വീടിന്റെ ഉള്ളിൽ ലക്ഷറി സെറ്റപ്പാണ്. ആ, ഈ ഒരു സെറ്റപ്പ് എല്ലായിടത്തും. നമുക്ക് മീൻ പിടിച്ച് തളർന്നു കഴിയുമ്പോൾ കയറി വന്നിരിക്കാം. അതുപോലെ തന്നെയാണ്. നിലമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എല്ലായിടത്തും ഉള്ള സാധനം. ഇത് നോക്കി, ഇതാരോ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടാന്ന് തോന്നണം. ഉപയോഗശൂന്യമായപ്പോൾ കുഞ്ഞു പിള്ളേരുടെ പാർക്ക്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ വീടുകളാട്ടോ. കടൽ തീരത്ത് കൂടി നടക്കുകയാണ്. ആഹാ, മരത്തിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് നോക്കി. ഞാൻ ഈ ഊഞ്ഞാലിലൊന്ന് ഇരുന്ന് നോക്കട്ടെ എന്തായാലും. ജിൻസ് അതിൽ പോയി ഇരിക്കാൻ പോവാ. പൊട്ടി താഴെ വീഴോടാ. വെള്ളം വീഴുന്നില്ലേ? വെറൈറ്റി.
നമ്മുടെ നാട്ടിൽ ആട്ടും കൂടെ ഉണ്ടാക്കാൻ തട്ടടിക്കുന്ന പോലെ ഇത് ഇപ്പുറത്ത് അത് ഊഞ്ഞാലാ. വല്ലാത്ത സ്പീഡിൽ ആടാൻ പറ്റില്ല. അതെ, കടൽക്കാറ്റുകൾ കൊണ്ട് ആടാം. അപ്പോൾ നമ്മൾ കാല് നനയ്ക്കാൻ ഇനി ഒന്ന് വെള്ളത്തിലിറങ്ങാം. ബീച്ചിൻ്റെ സൈഡിൽ കൂടി അങ്ങ് പോകട്ടോ. ഇനി ഈ മണലിൻ്റെ കളർ കണ്ടല്ലോ എടാ, എന്താ കളറ്. ചവിട്ടുന്നതനുസരിച്ച് താഴ്ന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ കളർ കേട്ടോ, ഇത് വേറൊരു വൈബാട്ടോ. ആ വെള്ളത്തിന് വലിയ തണുപ്പില്ലടാ. ഉണ്ട് കേട്ടോ, തണുപ്പുണ്ട്. ഓ, തണുപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. സാറുമാർ ഒന്നും ഒരേ മീൻ പിടുത്താട്ടോ. ഓ ഷിറ്റ്. അപ്പോൾ അങ്ങനെ ഞാനും മോസസും വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ മോസസാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആൾ. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 ടാങ്ക് കണ്ടോ, ഈ 3 ടാങ്ക് വെള്ളമാണ്. അതായത് മഴവെള്ളം ശേഖരിച്ച് കുടിവെള്ളമാക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാ മോസ പോണേ? നമ്മള് കടലിൽ ചാടി കുളിക്കാൻ. ഉറക്കെ പറ, മൈക്കില്ല. കടലിൽ ചാടി കുളിക്കാൻ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളുമായിട്ട് കടലിൽ ചാടാൻ പോകാട്ടോ. ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളാണ്. ഇവിടെ ബ്രേക്ക് ഒന്നും വേണ്ട, അതാണ് ഇല്ലേ. കാറ്റായില്ലേ? അല്ല കുഴപ്പമില്ല, ഞാൻ ഇതിലിരിക്കാം. മോസസിൻ്റെ പിടിക്കാം. മോസസ് സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയോ? ആ പോട്ടെ. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയത് എന്താ അറിയോ? മഴയില്ലാത്തത് വലിയൊരു മഴയില്ലാന്ന്, മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് വെയിലില്ല ഗൈസ്. ഇത് കണ്ടോ, ഇതിവിടെ ഏറ്റവും കൂടുതലുള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട്. അങ്ങനെ ഒരു പേരുണ്ട് അതിന്, അങ്ങനെ ഒരു ചീത്ത പേരുണ്ട് അതിന്. അതായത് നമ്മുടെ എന്ത് ചക്കയാ? കൈതച്ചക്ക അല്ലടാ, ആത്തച്ചക്കയല്ല. ആത്തച്ചക്കയല്ല, നമ്മുടെ ഇതടാ. ഈ കാണുന്ന ഇവിടുത്തെ മുസ്ലിം പള്ളിയാണ് കേട്ടോ. മോസ്ക്. അതെ. അതേപോലെ എന്താ, ഇതാണ് സിമിത്തേരി. ഇത്രയും പേരെ കൂടെ വെച്ചിട്ടുണ്ടോ? 500-600 പേരുള്ള ഐലൻഡിൽ. അതെ, ഒന്നും പറയാൻ പറ്റില്ലടാ. അപ്പോൾ ഇതാണ് കടച്ചക്ക. എനിക്ക് പേര് കിട്ടിയേ ഇല്ല കേട്ടോ. കടച്ചക്കയാണ്, കടച്ചക്ക. നമ്മൾ ഇന്നൊരു ട്രയൽ അടിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു ട്രയൽ അടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. സ്നോർക്കലിംഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പറ്റിയാൽ കുറച്ച് വീഡിയോയും എടുക്കണം. എന്തായാലും ഇന്ന് നമ്മുടെ ട്രയലാണ് അല്ലേ. ഇത് കണ്ടോ, ആ കാര്യം ഇവിടെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് വേണ്ടി ചെയ്തേക്കുന്ന കോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി. ഫുട്ബോൾ കോർട്ടും ഉണ്ട്, അതേപോലെ വോളിബോൾ ഉണ്ട്. അല്ല ഞാനെന്നാ ചവിട്ടാ, നീ ഇരുന്നോ. നീ ഇത്ര ആയപ്പോഴത്തേക്കും മടുത്താടാ. ഇതുണ്ട് ഫ്രണ്ട്സ്, ഇവിടെ മാലദ്വീപിൽ ഓപ്പൺ ജിമ്മാണിത്. ഇതൊക്കെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന. അതെ. പിന്നെ ഇത് ഫുട്ബോൾ കോർട്ട്. 600 പേരുള്ള ജനസംഖ്യയുള്ള നാട്ടിൽ ഫുട്ബോൾ കോർട്ട്. നമ്മുടെ നാട്ടിൽ 50,000 ഉണ്ടെങ്കിലും ഇല്ല ഗ്രൗണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ ഇതുപോലെ എന്താ പറയുക അതിന്, ടർഫ് പോലെ, അത് ഓപ്പൺ ആയിട്ടുള്ള. ഇനി ജിൻസാട്ടോ കപ്പിത്താൻ. മറിച്ചിടാതെ പോടാ. ഞാനേ നീ ബേക്കിൽ ഇത് അഭ്യാസം കാണിക്കുന്നുണ്ടോടാ. ഞാൻ നിന്റെ ഭാര്യ ഇരിക്കുന്ന പോലെ ഇരിക്കട്ടെ, തിരിഞ്ഞ് വേണ്ട. നീങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നോക്കി, ഇത് നമ്മുടെ നാട്ടിലെ പൂവ്. ഇവിടെ ഫുള്ള് അത് തന്നെയാണ് കേട്ടോ. കാല് ചോദിച്ചു ഇനി. ഇതുണ്ടോ, ഫുള്ള് വാഴ കൊലച്ച് കിടപ്പുണ്ട് ചിലതൊക്കെ. ഇത് നോക്കി, റോബസ്റ്റ് കേട്ടോ കിടക്കുന്നത്. അയ്യോ മടുത്തു ഈ മോസസിനെ വെച്ച് സൈക്കിൾ ഓട്ടിയിട്ട്. മോസേ, ഞങ്ങൾ ആദ്യം കരിക്കിടാൻ പോവാ കേട്ടോ. അതാണ്, ഞങ്ങൾ ആദ്യം വെള്ളത്തിൽ പോകുന്നില്ല. കരിക്കിട്ടതിന് ശേഷം വെള്ളത്തിൽ പോകുന്നതായിരിക്കും. നമ്മളെവിടെ എത്തി? സൈക്കിൾ എടുക്കണ്ടേടാ. ഇതാ ഒരു ടവർ.
ദൈവമേ, മോസസ് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. എടാ ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ള സാധനമല്ലേ? ഇത് ഇന്നലെ നമ്മൾ പോയതിൻ്റെ വേറെ സൈഡാട്ടോ. ഇതൊക്കെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണല്ലോ ദൈവമേ. ഓ ഇവിടെ നോക്കി ഫുള്ള് ഇത് നിറച്ച് കരിക്കാട്ടോ. നല്ല കൊതുകുണ്ട് കേട്ടോ ഇവിടെ. അതാണ് മോസസ് ഇടയ്ക്കിടയ്ക്ക് കുനിയണേ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിജുമാഷിൻ്റെ ഹൗസ് ഓണറിൻ്റെ തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇന്നലെ കണ്ട സംഭവം. അപ്പോൾ അതേ വഴി തെളിച്ചാണ് ഞങ്ങൾ പോകണേ. അടിപൊളി അടിപൊളി. ഈ തെങ്ങിനൊന്നും വലിയ ഹൈറ്റ് ഇല്ല കേട്ടോ. യെസ്, ഇതിനൊന്നും ഹൈറ്റ് ഇല്ല. നോക്കിയേ, കുഞ്ഞു കുഞ്ഞു തെങ്ങുകൾ. തേങ്ങയില്ല പക്ഷെ ഒന്നിലും. ഇതാ ഇതിൽ കരിക്കണ്ട് 3 എണ്ണം. ഇതാ ഫുള്ള് തെങ്ങ്. എന്തോരം തെങ്ങല്ലേ. ഇത് കണ്ടോ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ തന്നെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഡ്രസ്സ് മാറാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് അടിപൊളി. ഇതൊക്കെ സർക്കാർ ചെയ്ത് കൊടുത്തേക്കുന്ന കേട്ടോ. അതേപോലെ ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. മോസേ ചാടല്ലേ? മോസസ് രണ്ടും കൽപ്പിച്ചോണ്ടാട്ടോ. ഈ പൂ നോക്കി, ഇത് നമ്മുടെ അവിടെ കണ്ട് പരിചയമുള്ളൊരു പൂ പോലെ ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. സ്നോർക്കലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, മാസ്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. വല്ലാണ്ട് ഡേറ്റ് ആയിടാ. ബാ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാം. ഇവിടെ ഒന്നും ഇല്ലാണ്ട് ഇറങ്ങാം അല്ലേ? മാസ്ക് ഒക്കെ കഴുകി. ഓ വെള്ളത്തിൽ തണുപ്പാണല്ലോ. ഇതാണ് സ്നോർക്കലിംഗ് കേട്ടോ. എനിക്ക് നീന്താൻ പോലും അറിയില്ലെന്നുള്ളതാണ് വേറെ സത്യം. മാമാസേ അയ്യോ അയ്യോ, ഇറങ്ങി ഇറങ്ങി കാണട്ടെ. അങ്ങനെ മാൽദീവ്സിൽ വന്നിട്ട് 5-6 ദിവസമായി. ഇന്നാണ് ഒന്ന് വെള്ളത്തിലിറങ്ങുന്നത് കേട്ടോ. ഇത് എനിക്കിതൊന്നും പരിചയമില്ല, അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. കുറെയൊക്കെ പഠിച്ചു കേട്ടോ, എനിക്ക് ശരിക്കും അറിയില്ല, എന്നാലും ഒരു അടുത്ത ഇതിലേക്ക് പോവാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നോർക്കലിംഗ്, അതായത് ആദ്യമായിട്ട് കടലിലിറങ്ങി, അത് വേണം പറയാൻ. ഓക്കെ, ഉയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നെ, ഞങ്ങൾക്ക് വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഫോൺ ഇറക്കാനൊരു പേടി. അടുത്ത ദിവസം നമ്മൾ ഗോപ്രോ വെച്ച് അടിയത്തെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാ കാഴ്ചകളും വരുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങിയ സ്ഥലം ഒന്ന് കാണിച്ചു നോക്കൂ ഗായ്സ്. ആ കുറ്റീൻ്റെ അവിടെ വരെ പോയി. ഇതല്ലോ ആ കുറ്റീൻ്റെ അവിടെ വരെ ഞങ്ങൾ പോയി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് ഈ പച്ചവെള്ളത്തിന്റെ അപ്പുറത്ത് ഒരു കറുത്ത ഇതുണ്ടോ, ആ ഫുള്ള് കോറൽസ് ആട്ടോ എൻ്റെ പോലെ. അപ്പൊ നമ്മളന്ന് ആ ബോട്ട് കുടുങ്ങിയോടുത്ത് ഇറങ്ങുമായിരുന്നെങ്കിലോ കുറച്ചും കൂടി പൊളിച്ചാനെ. ഓഹ്, ഞാൻ ആദ്യമായിട്ട് കടലിൽ ഇറങ്ങി ഇത്രയും നേരം കളിക്കുന്നത്. ഇത് ആദ്യമായിട്ടേ. എനിക്ക് പേടിയല്ല, ഞാനെന്നെ ഇറങ്ങൂലായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലായത്. എൻ്റെ പൊന്ന് ഗായ്സ്, ഒരു രക്ഷയില്ല. ഒരാൾ കരിക്കിടാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്, കാണുന്നില്ല. ഓ, ഇടയ്ക്കൊരു മഴ പെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴൊന്നും പോയല്ലായിരുന്നു കേട്ടോ. ചെവിയിലൊക്കെ വെള്ളം കയറിയില്ലേ, പക്ഷെ സംഭവം കൊള്ളാം. ഇനിയിപ്പോൾ 2 ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? ശരീരത്തുള്ള അണുക്കളെല്ലാം പോയി. ഇനി പച്ച വെള്ളത്തിലൊരു കുളി. ഇത് നമ്മുടെ നാട്ടിലെ കടൽ പോലെ അല്ലടാ, ഇത് നല്ല ക്ലിയർ. അതെ അതെ അതെ, നേരിട്ട് കാണുന്ന പോലെ അല്ലേ? എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല കേട്ടോ. അതെ അതെ, ഞങ്ങളത് എന്തായാലും കാണിക്കുന്നത്. അങ്ങനെ മാൽദീവ്സിൽ നിന്ന് കരിക്ക് കുടിക്കുന്ന മോസസ് അല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ തെങ്ങുകളാട്ടോ, കുഞ്ഞു കുഞ്ഞു തെങ്ങുകൾ. എൻ്റെ ഉള്ളിൽ എന്ത് തിന്നാൻ കാണൂ? ഇല്ല, കാലിയാ? വെള്ളം ഉണ്ടല്ലോ, അത് മതി. നല്ല കാറ്റ്, മിക്കവാറും രാത്രി മഴയായിരിക്കും അല്ലേ?
മഴയാവാൻ ചാൻസ് ഉണ്ട്. ഒന്ന് കുടിച്ച് നോക്കാം. അടിപൊളി, നമ്മുടെ നാട്ടിലെ സെയിം കരിക്കും അല്ലേ. ഇത് നോക്കിയേ, ബീച്ചിൻ്റെ അടുത്ത് നല്ല അടിപൊളി ഒരു സ്പോട്ട് നോക്കിയേ. ഇവിടെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും, നല്ല അടിപൊളി കാറ്റും ഉണ്ട്. ഓക്കെ, ഇതാ ബീച്ച്. ഇവിടെ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തേക്കുന്നുണ്ടോ, സംഭവം രസമായി. മോസേ, റിസോർട്ടിൽ പോയാൽ എങ്ങനെ ഒരു സുഖം കിട്ടുവാടാ? എന്തായാലും നമുക്ക് റിസോർട്ടിൽ പോവാ അല്ലേ? ഈ തെങ്ങിലൊക്കെ നീ കയറുമോ? നേരത്തെ തെങ്ങിന് വലിപ്പാന്ന് പറഞ്ഞല്ലേടാ നീ കയറാഞ്ഞേ? അതെ, അതാ ഉണ്ടാക്കിയതാടാ ഇത് ഇരിക്കാൻ വേണ്ടി. ഇത് തെങ്ങിന്റെ മടലല്ലേ ഈ കാണുന്നത്, എല്ലാം വെച്ച് സെറ്റപ്പ് ആക്കിയേക്കുന്ന. എന്താ മോസേ ഇവിടെ അല്ലേ? ഞാനേ എന്റെ ബനിയനും ടൗസറും ഒന്ന് ഊരിപ്പിടിയട്ടെ. അപ്പം ഞങ്ങളങ്ങനെ റൂമിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി പുറത്തേക്ക് ഇറങ്ങി. വേദന എടുക്കുന്നു. നീ അതിന് പണിയൊന്നും എടുത്തില്ലല്ലോ, വെള്ളത്തിൽ ചുമ്മാ കിടന്നല്ലേ ഉള്ളൂ. ഓ എന്റെ പൊന്നെ, കയ്യും കാലും ഇട്ട് അടിച്ചില്ലേ അത്. അപ്പൊ ഞങ്ങള് ഇവന് മറ്റേ പേടിത്തൂറനുണ്ടല്ലോ, ഇവനെ മോട്ടിവേറ്റ് ചെയ്ത് ഇറക്കിയിട്ട് അവസാനം ഞാൻ അല്ല ലാസ്റ്റ് ഞാൻ ചെയ്തേ ചെയ്തു. അവസാനം ഇവൻ കടലിൽ നിന്ന് കയറുന്നില്ല. അല്ല രസം നോക്ക്, ജീവിതത്തിൽ ആദ്യമായിട്ട് കടലിൽ ഇറങ്ങുന്നത്. ഞാൻ അതിന് മുമ്പ് അല്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങി കളിച്ചിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട്. അടിപൊളി, എത്രയോ ദൂരം പോയി നമ്മള്. അതെ അതെ. ഇനി ഞങ്ങൾ നാളെയും പോകുന്നുണ്ട് കേട്ടോ. നാളെ പോകുന്നത് നമ്മൾ ഗോപ്രോയിൽ എടുത്തിട്ട് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടത്തെ ഒരു ചായക്കട നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? പഴംപൊരിക്ക് പകരം മീൻ വറുത്താന്ന് പറഞ്ഞത്. ഉള്ളില് മീൻ വെച്ചിട്ട് മൈദയിൽ മുക്കിയിട്ട് വറുത്തെടുക്കുന്ന ചുമ്മാ ഉടായ്പ്, ഭയങ്കര ഉടായ്പാട്ടോ. അപ്പോൾ അതെ, ഇതാണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ഇനി കലഹുൽ തെളിയാണോ എന്തോ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. മേളിൽ പോയാലോ? ഇതൊക്കെയാണ് ഇവിടുത്തെ കടികൾ കേട്ടോ. ഇതെന്താ സംഭവം? എല്ലാത്തിൻ്റെ ഉള്ളിലും മീനാണ്. ഇതൊരു പ്രത്യേകതരം സാധനമാണ്, ഓരോരുത്തർക്കും കഴിക്കണം. ഇത് നമ്മുടെ സമൂസ, പക്ഷെ ഉള്ളിൽ മീനല്ലേ? ഇതിൻ്റെ ഉള്ളിൽ മീനാണ്. അതിൻ്റെ ഉള്ളിൽ പക്ഷെ ബജിയാണ്. അതെന്താ മറ്റേ ഉണ്ട്? എന്താ അതുണ്ടാ? അതും മീനാണല്ലേ? അതെന്താ സാധനം? ഇത് ഗുളയാണ്. അതിൻ്റെ ഉള്ളിൽ എന്താ? ഗുള, രസഗുളയാണോ? അതിൻ്റെ ഉള്ളിലും മീനാ? ദൈവമേ, മീനില്ലാത്ത എന്താ? മീനില്ലാത്ത ചായ ഉണ്ട് എടാ. അത് ഇതാണ് നമ്മുടെ സോസേജ്. ഞാൻ തിന്നില്ലെങ്കിലോ? അത് സോസേജ്. അല്ല, അത് ഒരെണ്ണം എടുത്താൽ മതി. ഇനി അടുത്തത് ഇത് മസ്റോഷി. മസ്റോഷി, മീൻ തന്നെയാണ്. ദൈവമേ. ഇത് പിന്നെ സ്വീറ്റാണ്, കേക്കാണ്. അത് വെച്ചു. അത് മീനാ? അല്ലല്ല, ഇത് മീനല്ല, ഇത് സ്വീറ്റ് തന്നെയാണ്. അപ്പോൾ ഒരെണ്ണെടുത്തു, ഒന്നെടുത്താൽ മതിയോ? പിന്നെ വേണം എടുക്കാം. ഒന്നെടുത്ത് ചിലപ്പോൾ കിട്ടൂലേ? എന്നാ മധുരമുള്ളത് വേണം, ഒരെണ്ണം കൂടി എടുത്തോ. മധുരമുള്ളത് മധുരം ഉണ്ടെന്നുള്ളൂ, ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. മധുരമുള്ള എല്ലാ സാധനവും നല്ല ടേസ്റ്റാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ചിക്കൻ സോസേജ്. ഇത്രയും കടി, എൻ്റെ ദൈവം, ചായൻ്റെ കടിയാണ് ഇത്രയും. ഇതിന്റെ കാശ് അങ്ങ് മറന്നേക്കൂന്ന്. മേളി പോകുന്നില്ലടാ? മേളി പോവാ. ഇതെല്ലാ സാധനവും മോസസ് കഴിച്ച് ടേസ്റ്റ് പറയുന്നതായിരിക്കും. ചിക്കൻ സോസേജ് നല്ലതല്ലേ? അത് പിന്നെ നീ നല്ലതാതേ പറയുള്ളൂ. താങ്ക് യു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മൈദയും കൊണ്ട് കുഴച്ചൊരു മാവിൻ്റെ ഉള്ളിലേക്ക് ഫിഷ് ഫില്ല് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഫിഷും തേങ്ങയും ഒക്കെ ആലു പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ അകത്ത് കിഴങ്ങ്, ഇതിൻ്റെ അകത്ത് മീൻ ഒക്കെ ഇട്ടിട്ട് അത് ഫില്ല് ചെയ്തിട്ട് എണ്ണ തൂക്കാതെ പാനിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നു പോലെ ചുട്ടെടുക്കണം. മസ്റോഷി. എന്താ മസ്റോഷി? മസ്റോഷി. നമ്മുടെ സമൂസയ്ക്ക് എന്താ ഇവിടെ പറയാ? നമ്മുടെ സമൂസക്ക് ബജിയ. ബജിയ. ഇതിൻ്റെ ഉള്ളിൽ സമൂസ പോലെ തന്നെ, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ എന്ത് ചെയ്യുന്ന വെച്ചാൽ മീനും ഒനിയനൊക്കെ കൂടിയിട്ട് ഉള്ളിയൊക്കെ കൂടിയിട്ട് ഫില്ല് ചെയ്ത് മസാലയാക്കി അത് ഫില്ല് ചെയ്തിട്ട് ബജിയ. ഇനി ഇത് ഗുള എന്ന് പറയും. ഗുള. ഇതും മറ്റേ അരിപ്പൊടിയും കൊണ്ടൊക്കെ ഉണ്ട പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ മീന്, പിന്നെ അതിൻ്റെ ഉള്ളിൽ മീനും തേങ്ങയും
ഉള്ളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റിയ സാധനം ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ അതും മീനല്ലേ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണണമെങ്കിൽ പിന്നെ ഈ സാധനം അല്ലേ, ഈ സാധനം ഇതിൻ്റെ ഒരു വെറൈറ്റി. പക്ഷെ അതിൻ്റെ ഉള്ളിലും മീനാണ്. പക്ഷേ നമ്മുടെ ഉന്നക്കായൊക്കെ പോലെ തന്നെ. പക്ഷെ ഇത് മീൻകായ് എന്ന് പറഞ്ഞാൽ മീൻകായ്. ഇതിൻ്റെ ഉള്ളിലും മീൻ തന്നെ. പക്ഷേ ഈ മറ്റേ റൗണ്ട് സാധനം ടേസ്റ്റ് ഉണ്ട് അല്ലേ? ടൊമാറ്റോ പേസ്റ്റും സാധനങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വഴറ്റിയെടുക്കും. അപ്പം മൊത്തത്തിൽ മീൻ മയം. എവിടെ നോക്കിയാലും മീൻ. ചായയോ പാൽ ചായയോ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. കളുസ എന്ന് പറഞ്ഞാൽ ആകെ 2 രൂപയേ ഉള്ളൂ, 2 റുപ്പിയേ ഉള്ളൂ ഒരു കളുസയ്ക്ക്. കളസ എന്താണ്? കട്ടൻ ചായ. 2 റുപ്യ എന്ന് പറഞ്ഞാൽ 10 രൂപ 12 രൂപ. ഈ ചായയുടെ പൈസ കൂടി നീ കൊടുക്കുന്ന ഒന്നും കഴിച്ചിട്ട് സമോസ അത് പോരാ. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടല്ലേ? പാൽച്ചായ വേണോ? ഇവിടെ കോഫിയാണ് മിക്കവാറും. പാൽച്ചായക്കാട്ടും കൂടുതൽ ആൾക്കാർ കോഫിയാണ്. സമൂസ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി സമൂസ അല്ലേ? അന്ന് കഴിച്ചതിനേക്കാളും സൂപ്പർ അല്ലേ? ആ ഉണ്ടയോ? മാലയിലേക്കാളും ടേസ്റ്റ് ഉണ്ട്. അത് തന്നെ ഉള്ളിൽ മീനാണ്. കൊള്ളാം. ഇനി വേറൊന്നും കൂടി പറയട്ടെ, മീനെന്ന് പറഞ്ഞാൽ ഉണക്ക മീനാണ്. ഉണക്കയാണിത്, അതായത് ഉപ്പില്ലാത്ത ഉപ്പിട്ട് ഉണക്കിയതല്ല. ഇതൊരു വളമസ് എന്ന് പറയും. ഉപ്പിടാതെ പുഴുങ്ങിയിട്ട് ഉണക്കുന്ന മീനുണ്ട്. ആ മീനെയും കൂടി തേങ്ങയും കൂടി മിക്സ് ചെയ്ത് മറ്റേ വിഷ്ണുചാറിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്രൈ ചെയ്തു ഞങ്ങൾ രാത്രി. ഇങ്ങനെ ഡ്രൈ ഫിഷ് അല്ല, സ്മോക്ക്ഡ് ഫിഷ് അല്ലേ? സ്മോക്ക്ഡ് ഫിഷ്. അത് തന്നെ. അതാണ് നമ്മൾ നാട്ടിൽ പുറത്തു കൊണ്ടുപോകുന്നത്. കടികളൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെങ്ങനെയുണ്ട്? മധുരമുള്ള ചിന്ന സാധനം നമ്മളൊക്കെ കൽത്തപ്പം ഉണ്ടാക്കിയിട്ട്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു മീനില്ല. പക്ഷെ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്. എന്തോ ഫ്ലേവർ ഉണ്ട് അല്ലേ? ഐസ്ക്രീമിൻ്റെ ഒരു ക്രീം എന്ന് പറയില്ലേ, അതാണ്. എന്തായാലും കടികളൊക്കെ വെറൈറ്റി കേട്ടോ, അടിപൊളി ടേസ്റ്റ്. മാലയിൽ നിന്ന് കഴിച്ചതായിട്ട് യാതൊരു ബന്ധമില്ല. മാലത്തെ ഞാൻ ഈ സമൂസ മേടിച്ചിട്ട് കഴിച്ചിട്ടില്ല അന്ന് മാലയിൽ നിന്ന്. പക്ഷേ ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ. നോക്കിയേ, മോസസിന് അവിടുന്ന് ഒരു സാധനവും ഇഷ്ടപ്പെടാതെ വന്നതാണ് മാലയിൽ നിന്ന്. ഇവിടെ വന്നപ്പോൾ അതേ പാത്രം കാലി അല്ലേ? അടിപൊളിയല്ലേ? ഇതൊക്കെ അടിപൊളി സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉയ്യോ, വയറ് നിറഞ്ഞു. എത്ര സാറേ? 42 രൂപ. അത്രേ ഉള്ളൂ. 200 രൂപേൻ്റെ സാധനം. അത്രയും കടിയും 3 ചായയും കുടിച്ചില്ലേ? ഇത് നോക്കിയേ, ഇത് ഫുള്ള് ബോട്ടിൽ ആർട്ടുകളാണ് കേട്ടോ. അതെ, അത് അടിപൊളിയായി. ബോട്ടിൽ ആർട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കടകളുടെ ഒരു സെറ്റപ്പ്. ഇതൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ വെക്കുന്ന റാക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ പോവാം. അപ്പോൾ അതേ മോസസ് ഇവിടെ എന്തുണ്ടാക്കാൻ പോവാടാ? ചിക്കൻ കറി. ഹാവൂ, ഇവിടെ വന്നിട്ട് ഫുള്ള് മീൻ കറി കേട്ടോ. അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് ചിക്കൻ കറി, മീൻ കറി, മീൻ വറുത്തത്, മീൻ ചുട്ടത്, എയർ ഫ്രയറിൽ ചുട്ട മീൻ വറുത്തത്, ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഡെയിലി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു ചേഞ്ചിന് മോസസിൻ്റെ വക ഒരു ചിക്കൻ കറി. ഇവിടെ ചിക്കനൊക്കെ ഫ്രോസനെ കിട്ടുള്ളൂ അല്ലേ? ഫ്രോസൺ മാത്രമേ കിട്ടുള്ളൂ. ബൈറ ശ്രീലങ്കയാണോ? കൊളംബോ, ശ്രീലങ്ക. അച്ഛാ, അപ്പോൾ എന്തായാലും നീ പെട്ടെന്ന് കഴിച്ചിട്ട് ഉണ്ടാക്കി തീർക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. ഇത് കടച്ചക്കേൻ്റെ. കടച്ചക്ക നമ്മുടെ നാട്ടിൽ ചിപ്സ്, കപ്പ ചിപ്സ് വറക്കുന്ന പോലെ. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആണോ? പക്ഷെ ഇത് ഇങ്ങനെയല്ല ശരിക്കും കഴിക്കേണ്ടത്. ഇത് കടച്ചക്കേൻ്റെ ചിപ്സാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് സാധനം. അതായത് ഇത് നമ്മുടെ മീന്. ഇതെങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്? ജാമാണോ ഇത്? ഇത് മീൻ തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളമില്ലേ, ആ വെള്ളം ഇവര് തിളപ്പിച്ച് വറ്റിച്ച് ഇങ്ങനെ ആക്കിയെടുക്കും അല്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നമ്മുടെ മീൻ്റെ ആണ്. നല്ല റിഹാക്കുരു ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഫിഷ് പേസ്റ്റ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂട വേവിച്ചിട്ട് കുറേ ചൂട വലിയ ചെറുപ്പത്തിൽ വേവിച്ച് പുഴുങ്ങിയിട്ട് ആ പുഴുങ്ങുന്ന വെള്ളമില്ലേ, ആ ചൂട പുഴുങ്ങിയതെടുത്തിട്ടാണ് വളമോസ് എന്ന് നേരത്തെ സാധനം ഉണ്ടാക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഈ വെള്ളം ഇവർ പറ്റിച്ച് ഇങ്ങനെ ആക്കി എടുക്കും. ഇതേപോലെ ആക്കി. അത് കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. ചോറ് കൂട്ടി കഴിച്ചു നോക്കുക. ഹലോ, അങ്ങോട്ട് അരിയണ അത് മതി. ഇനി വേണോ?
വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോസസിൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറീൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ എന്താണെന്നറിയോ, ഇതാണ് റോഷി. അത് നമ്മുടെ ഒരു നാണില്ലേ, ആ നാണിൻ്റെ പോലെ തന്നെ, പക്ഷേ ഭയങ്കര നൈസാണ്. ഒരു 5 എണ്ണമൊക്കെ കഴിച്ചെങ്കിലേ വല്ല ആവുള്ളൂ അല്ലേ. 10 എണ്ണം കഴിക്കണം. പക്ഷെ എന്നാലും രസമില്ല, നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി സാധനം കേട്ടോ ഇത്. ചൂടുവെള്ളത്തിൽ ഏതാണ്ട് കുഴച്ചിട്ട്, മൈദ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പറയരുത്, ചൂടുവെള്ളത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ കുഴിക്കാൻ ചൂടുവെള്ളത്തിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് പണ്ട് അങ്ങനെയായിരുന്നു. മൈദ ചൂടുവെള്ളത്തിൽ ഒഴിക്കുക. ആ, ഇത് അതുപോലെയല്ല. ഇവിടെ ഒരു തിയേറ്റർ ഇല്ല അല്ലേ? ഇവിടെ തിയേറ്റർ ഉണ്ടോ? ഇല്ല, മാലയിൽ അല്ലേ? ഈ ഐലൻഡിലില്ല. മറ്റേ ഇവിടത്തെ ലാംഗ്വേജ് ദിവേഹി ലാംഗ്വേജുള്ള സിനിമയുണ്ട്, ഇഷ്ടം പോലെ സിനിമയുണ്ട്. ദിവേഹി ലാംഗ്വേജ്. ആന്ധ്ര ദിവേഹിയിൽ സിനിമ പറ്റില്ലേ? ദിവേഹിയില് ഒരു മുസ്ലിം കൺട്രി ആയതുകൊണ്ട് പൊതുവെ മുസ്ലിംസ് ഫിലിമിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്താ അതൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നലാ. മോസേ, റോഷിയും ചിക്കൻ കറി എങ്ങനെയുണ്ട്? ആ, ഇങ്ങനത്തെ കറി വേറെ എവിടെയും കിട്ടൂല അല്ലേ? അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേഗം കഴിക്കാം കേട്ടോ. ഇതാണ് റോഷി.